നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരി, തിങ്കളാഴ്ച ഇവിടെ നടക്കാൻ പോകുന്ന ഫംഗ്ഷനെ കുറിച്ച് ഗിരി വല്ലതും അറിഞ്ഞോ? അന്ന് അക്ഷയ തൃതീയയാണ്. അത് വലിയ ആഘോഷാക്കാൻ ഇവിടെ അച്ഛമ്മയുടെ തീരുമാനം. സുമി, അക്ഷയ തൃതീയക്ക് എന്താ ആഘോഷം? അന്ന് സ്ത്രീകൾ സ്വർണം വാങ്ങുന്ന ദിവസമല്ലേ? അമ്മയും നവ്യൊക്കെ അന്നത്തെ ദിവസം എന്തായാലും ഗോൾഡ് വാങ്ങാൻ പോകും. സുമതിക്കോ ആവശ്യമുള്ളത് പോയി വാങ്ങിച്ചോ. അയ്യോ ഗിരി, എനിക്ക് സ്വർണം വാങ്ങുന്ന കാര്യം പറയാനല്ല ഞാൻ വന്നത്. അച്ഛമ്മ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ടാ. തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന ദിവസം മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാരും ഇവിടെ ഉണ്ടായിരിക്കണം. പ്രത്യേകം പറഞ്ഞേക്കണം. എന്നാലേ ഭാര്യമാർ അവർക്ക് വേണ്ടി വ്രതം എടുക്കുന്നതിന് ഒരു പൂർണ്ണത ഉണ്ടാകും. അന്നത്തെ ദിവസേ ഭാര്യമാരെടുക്കുന്ന തിങ്കളാഴ്ച വ്രതം മുറിക്കാൻ അവരുടെ ഭർത്താക്കന്മാർ ഇവിടെ വേണമെന്നാണ് അച്ഛമ്മ പറയുന്നത്. അന്നേ ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശ്രീനിഷും ഗിരിയും കിഷോറും ഒക്കെ ഇവിടെ ഉണ്ടാവണമെന്ന് അച്ഛമ്മ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക. ഈ ചടങ്ങ് എന്നാ പറഞ്ഞത്? ഈ വരുന്ന തിങ്കളാഴ്ച 26-ാം തീയതി 26-ന്. അന്നൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ സുമി. അന്ന് ഖത്തറിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് വെച്ചിരിക്കുന്ന ദിവസമാ. അന്നത്തെ ദിവസം ഞാൻ എന്തായാലും ഉണ്ടാവില്ല. ആ മീറ്റിംഗിന് അതിന് വേറെ ആരെങ്കിലും വിട്ടൂടെ ഖത്തറിലേക്ക്? നീ ഇതെന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നേ? ഖത്തറിലെ ഒരു വലിയ കമ്പനി നമ്മുടെ കമ്പനിയിലേക്ക് മെർജ് ആവാൻ പോവാണ്. ആ മീറ്റിംഗ് കമ്പനി MD ആയ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ എങ്ങനെ ശരിയാവും? അന്ന് സനുവിന്റെയും ശ്രീകുടന്റെയും നവ്യയുടെയും കിഷോറിന്റെയും പിന്നെ എന്റെയും ഗിരിയുടെ ഒക്കെ പേരില് അമ്പലത്തില് വലിയ പൂജയും വഴിപാടും ഒക്കെ ഉള്ളതാ. ബാക്കി എല്ലാരും ഉണ്ടല്ലോ, ഞാനില്ലേലും അത് ഭംഗിയായിട്ട് നടന്നോളൂല്ലേ? ഭാര്യമാരെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഭർത്താക്കന്മാരുടെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ? അത് ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിലല്ലേ, അല്ലാതെ നമ്മളെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഒരു ബന്ധം അഭിനയിച്ച് ജീവിക്കുന്ന നമുക്കിതൊന്നും ബാധകമല്ലല്ലോ. എന്ത് അഭിനയത്തിന്റെ പേരിലാണെങ്കിലും ആ ദിവസം മുഴുവനും പട്ടിണി കിടന്ന് ഞാൻ വ്രതം എടുക്കുന്നുണ്ടല്ലോ ഗിരി, അതെങ്കിലും ഒന്ന് ഓർത്തൂടെ? നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്? നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാ പോരെ? ഗിരി എനിക്ക് വേണ്ടി നിക്കണ്ട. പക്ഷേ അച്ഛമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും ഗിരി ആ ദിവസം ഇവിടെ ഉണ്ടാവണം. എല്ലാവരുടെയും മുമ്പില് എന്നെ ഒരു കോമാളിയാക്കാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമെങ്കിലും പ്ലീസ് കാണിക്കണം. സുമി, ഇതൊക്കെ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാനോ കോമാളിയാക്കാനോ വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല സുമിത. അന്നത്തേത് ഒഴിവാക്കാനാവാത്ത ഒരു ബിസിനസ് മീറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സുമി, വളരെ നേരത്തെ ഫിക്സ് ചെയ്തൊരു മീറ്റിംഗ് ആണത്. അതിൽ അറ്റൻഡ് ചെയ്യുന്ന മെജോറിറ്റി ആളുകളും ഫോറിനേഴ്സാണ്. അവരോട് അക്ഷയ തൃതീയയാണ്, തിങ്കളാഴ്ച വ്രതമാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ബന്ധങ്ങളുടെ ആഴം ഒരാൾക്ക് മാത്രം മനസ്സിൽ തോന്നേണ്ടതല്ലോ. ഗിരിയുടെ പ്രയോറിറ്റി ലിസ്റ്റില് ഒരുപക്ഷെ ഒരിക്കലും ഞാനും എന്റെ ഉള്ളിലെ ഇഷ്ടവും വരില്ലായിരിക്കും. പക്ഷെ ചടങ്ങിന് ഗിരി ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അച്ഛമ്മയുടെ അടുത്ത് ഞാൻ എന്ത് പറയും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മകനെ കാണാതായതിന്റെ വേദനയിലിരിക്കുന്ന ആ അമ്മയുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞ എനിക്ക് വേദന സങ്കടമൊന്നും ഇല്ലെന്നാണോ ശാലിനി? ഉള്ളിലൊരു കടലിരമ്പുന്നുണ്ട് എന്ന് കരുതി എപ്പോഴും കരഞ്ഞോട് നടക്കാൻ പറ്റോ? അല്ലെങ്കിൽ ഈ ദുഃഖിതാന്ന് നെറ്റിയിൽ ഒട്ടിച്ചാ മതിയോ? ഈശ്വര, ഇവൾക്ക് എത്ര മുഖമുണ്ട്. അവരുടെ മകനെ കാണാതായി, അതുപോലെ തന്നെ എന്റെ ഭർത്താവിനെയും കാണാതായി. ഞാൻ അവരുടെ കഴുത്തിനോ അവരെന്റെ കഴുത്തിനോ കുത്തിപ്പിടിച്ചതുകൊണ്ട് പോയവൻ തിരിച്ചു വരുവോ? ഈശ്വര, അവനെന്നോ? പോയവര് പോയി ശാലിനി. ഇനി അതിന്റെ പിന്നാലെ തൂങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. പോലീസിന് മുന്നിൽ നിങ്ങളൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന എന്റെ ഒരു റിക്വസ്റ്റ്. നിങ്ങളൊക്കെ കൂടി മുന്നിൽ നിന്നാണല്ലോ ഈ കല്യാണം നടത്തി തന്നത്. എന്നാലും സുസ്മിത, ശാലിനി, പത്മാവതി അമ്മയെ പോലെ നെഞ്ചത്തടിക്കുകയും നിലവിളിക്കുകയും ഒന്നും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ. രോഹിത്തിനെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലിരിക്കുക ഞാൻ. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. പോലീസുകാരുടെ പണി അവര് ചെയ്തോട്ടെ ശാലിനി.
ഈശ്വര, അപ്പോ പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ നടന്നത് ഒരു അപകടമല്ല. പോലീസ് സംശയിക്കുന്നത് പോലെ രോഹിത്തിനെ ഈ യക്ഷി അപകടപ്പെടുത്തിയതാണ്. ഒരു തെറ്റും ചെയ്യാത്തൊരു ചെറുപ്പക്കാരനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നു. എന്നിട്ടും ഒരു കൂസലും ഇല്ലാതിരിക്കുന്ന ഈ രാക്ഷസിയെ ഈ നിമിഷം വരെ സംശയിച്ചില്ലല്ലോ ഈശ്വര. എല്ലാം അവള് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു. പത്മാവതി ആന്റിക്ക് മുന്നിലെത്തുമ്പോ പോലീസിന്റെ ശ്രദ്ധ എങ്ങനെ വഴിമാറ്റാമെന്ന് വരാൻ അതിനുവേണ്ടി ഒരു വിഷക്കുപ്പി ഇവള് ഹാൻഡ് ബാഗിൽ കരുതി. ഇല്ല, സുസ്മിത മാറിയിട്ടില്ല. കുറച്ചു നേരത്തേക്കാണെങ്കിലും ഇവളെ വിശ്വസിച്ചത് ഞാൻ ചെയ്ത തെറ്റ്. രോഹിത്തിന്റെ ജീവൻ എടുക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ വലിയ പിഴയൊടുക്കേണ്ടി വരും സുസ്മിത. പഴയതിനേക്കാൾ ശക്തിയായി ശാലിനി ഇറങ്ങുക പടക്കളത്തിലേക്ക്. നീ ഇറങ്ങിക്കോ ശാലിനി പടക്കളത്തിലേക്ക്. നിന്നെ അവിടേക്കൊന്ന് ഇറക്കി കിട്ടാനാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. രോഹിത്തിനെ പോലെ പിളർന്നിരിക്കുന്ന മരണവായിലേക്ക് വീഴുമ്പോ നീ അറിഞ്ഞിരിക്കണം വീഴ്ത്തിയത് സുസ്മിതയാണെന്ന്. എനിക്കും വിഷ്ണുവേട്ടനും ഇടയിൽ വന്നതാ അവൻ ചെയ്ത തെറ്റ്. അതേ തെറ്റ് ചെയ്ത നിനക്കാ രണ്ടാം മുഴം. നിമിഷങ്ങൾ എണ്ണി കാത്തിരുന്നു ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രോഹിത്തിനെ നമുക്ക് മടക്കി കിട്ടും. വിഷ്ണുവേട്ടൻ അവിടെ തെരയുന്നുണ്ട്. വിഷ്ണുവേട്ടൻ അവിടെ തന്നെ ഉണ്ടല്ലോ. രോഹിത്തിനെ കൊണ്ടേ മടങ്ങിയെത്തൂ. ഉറപ്പാ സത്യമേ, വിഷ്ണുവേട്ടൻ രോഹിത്തിനെ കൊണ്ടുവരും. എല്ലാം പഴയതുപോലെ ആവും. ഉറപ്പാണല്ലോ. ഉറപ്പ് സത്യമേ. പറയുന്ന വിശ്വസിക്ക് ഭാമേ. നമ്മുടെ ശാലല്ലേ പറയുന്നത്. രോഹിത്തിനെ വിഷ്ണുവേട്ടൻ കൊണ്ടുവന്നോട്ടെ. പക്ഷെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എക്സ്ക്യൂസ് മീ. May I come in? വരൂ. സത്യഭാമ? അതെ. ഞാൻ പഞ്ചകൈലാസത്തിന്റെ അടിവാരത്തുള്ള പോലീസ് സ്റ്റേഷനിലെ CI നിഷാദ്. രോഹിത് സൂയിസൈഡ് പോയിന്റിൽ വെച്ച് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ നിങ്ങളുടെ മകൻ വിഷ്ണു പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വന്നതാണ്. ഇവിടെയോ? ഈ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലേ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് മിസ്സായ രോഹിത്? അത് സംബന്ധിച്ച് ചില തെളിവുകൾ ശേഖരിക്കാൻ വന്നതാ. രോഹിത്തിനെ കാണാതായത് പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ വെച്ചല്ലേ? അതിന് ഇവിടെ തെരഞ്ഞിട്ടെന്താ കാര്യം? ഒരു അപകടമുണ്ടായാൽ അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമല്ലോ. മനസ്സിലായില്ല. മാഡത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ.
അത് യാദൃശ്ചികമായ ഒരു അപകടമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ രോഹിത്തിനെ സുസ്മിത സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളി താഴെ ഇട്ടുന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ മാഡം. അങ്ങനെ തന്നെയാണ് മിസ്റ്റർ CI അതിന്റെ അർത്ഥം. ഹണിമൂൺ ട്രിപ്പിനിടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് ഹൃദയം പിളർന്നു നിൽക്കുന്ന ഈ സാധു പെൺകുട്ടിയിലേക്ക് തന്നെ നിങ്ങൾ ഇനിയൊരു കഠാര കൂടി കുത്തിയിറക്കണം. സോറി മാഡം, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. സമ്മതിച്ചു, ഡ്യൂട്ടി തന്നെയാണ്. കേസുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര തെളിവുകളും മൊഴികളും നിങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞില്ലേ? രോഹിത്തിന്റെ അമ്മ പത്മാവതിയുടെ മൊഴി ഞങ്ങൾ എടുത്തിരുന്നു മാഡം. അക്കൂട്ടത്തിൽ ഇവൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു കാണുമല്ലോ. കേട്ടിരുന്നു, പക്ഷേ അതൊരു മൊഴിയായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ രേഖപ്പെടുത്തണം സർ. സോറി മാഡം, ഞങ്ങൾക്ക് ഈ കുട്ടിയോട് വിശദമായിട്ട് ഒന്നുകൂടി സംസാരിക്കണം. ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്നുകിൽ ഓഫീസ് കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, അതല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളിൽ. ഇതിൽ രണ്ടിലും ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഏട്ടത്തി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങൾ എന്ത് ശ്രദ്ധിക്കാനാണ്? അല്ലെങ്കിൽ ഏട്ടത്തി പറയണം ഇന്നത് ചെയ്യുന്നൊക്കെ. അത് ശരി, എല്ലാം പറഞ്ഞെങ്കിലേ അറിയൂ. ഒരുത്തനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം പിടികിട്ടുന്നതേ ഇല്ല. അവൻ ഏതോ ലോകത്താ. ഇക്കണക്കിന് പോയാ എല്ലാത്തിനും ഞാനൊരു പാഠം പഠിപ്പിക്കും. വീട്ടിലെ കാര്യങ്ങൾ ഇനി കുറെ അർച്ചനേട്ടത്തി നോക്കുമല്ലോ. അപ്പൊ ഏട്ടത്തിക്ക് ഒരു ആശ്വാസമാവുമല്ലോ. അപ്പൊ നീ നന്നാവില്ല. പകരം ഇന്നലെ കയറി വന്ന അർച്ചനെ കൊണ്ട് നിനക്ക് ജോലി ചെയ്യിപ്പിക്കണം അല്ലേ? അത് വേണ്ട. അത് അവൾ ഇവിടുത്തെ ചിട്ടകളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുമല്ല, അവള് ജോലി ചെയ്യാൻ വേണ്ടി വന്നതല്ലല്ലോ, ഈ വീട്ടിലെ മരുമോളല്ലേ. ഏട്ടത്തി, ഞാൻ അർച്ചനേട്ടത്തെ കൊണ്ട് ജോലിക്കാൻ പറഞ്ഞതല്ല ഏട്ടത്തി. ആദ്യം അവനവൻ നന്നാവ്, എന്നിട്ട് അടുത്തവനെ നന്നാക്ക്. ഇവിടുത്തെ സകല ജോലികളും ഈ അവന്തിക അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കും. അല്ലാതെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാനല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഇരുന്നാ പോരായിരുന്നു അച്ഛാ. എത്ര നേരം ആ മുറി ചടഞ്ഞുകൂടിയിരിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് നടക്കണമെന്ന് മോള് തന്നെയല്ലേ പറയാറ്. തന്നെയല്ല, കുഴമ്പിട്ട് തിരുമ്മി ചൂട് പിടിച്ചപ്പോ നല്ല ആശ്വാസമുണ്ട്. പക്ഷേ അച്ഛന് വേദന ഇനിയും മാറിയില്ലെന്ന് തോന്നുന്നു. ശരീരത്തിന്റെ വേദനയേക്കാൾ എന്നെ അലട്ടുന്നത് മനസ്സിന്റെ വേദനയാ. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണോ? അതേ മോളെ, ചില നിസ്സാര അസുഖങ്ങളോ വേദനയോ വന്നാൽ അപ്പ ടെൻഷനാവും. അവിടെയാ മോളെ നമുക്ക് കൈത്താങ്ങാകാൻ ഒരാളില്ലല്ലോ എന്ന് തോന്നല് വരുന്നത്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ആന്റണി. അവൻ പറയും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ നഷ്ടപ്പെടരുതെന്ന്. അങ്ങനെ വന്നാൽ അവൻ പാപിയാണെന്ന്. അച്ഛൻ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നല്ലോ. അവള് മാലതി ഭയങ്കര പാവമായിരുന്നു മോളെ. എന്റെ മനസ്സൊന്നിടറിയാൽ അവൾ അറിയും. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവളൊരാശ്വാസമായിരുന്നു. ഇന്ന് അവളുണ്ടായിരുന്നെങ്കിൽ നിന്നെ പൊന്നുപോലെ കൊണ്ടുനടന്നേനെ. അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയല്ലോ അച്ഛാ. ആ സച്ചി, ഞാൻ നിന്റെ അമ്മയെക്കുറിച്ച് അർച്ചനയോട് പറയുമായിരുന്നു. മാലതി എങ്ങനെയായിരുന്നോ അതേ സ്വഭാവ അർച്ചനയ്ക്കും. അർച്ചന ഈ വീട്ടിലെ മകളായി എത്തിയതിൽ പിന്നെ ഈ വീട് ഉണർന്നു. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും കാര്യങ്ങളിലും അർച്ചനയുടെ പ്രത്യേക ശ്രദ്ധയുണ്ട്. ഇങ്ങനൊരു പെങ്കൊച്ചിനെ നിന്റെ ഭാര്യയായി കിട്ടിയതിൽ നിനക്ക് അഭിമാനിക്കാൻ പോണേ. അതിനിവൾ എന്റെ ഭാര്യയല്ലല്ലോ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്ഥലം ചോദിക്കാന്ന് വെച്ചാൽ ഒരാളെ പോലും റോഡിൽ കാണുന്നുമില്ലല്ലോ. ഉത്സവം കഴിഞ്ഞതിന്റെ ക്ഷീണാവും ആളുകൾക്ക്. ഇതൊരു സ്റ്റുഡന്റ് ആണല്ലോ. ആക്സിഡന്റ് ആയതാണെന്ന് തോന്നുന്നു. മരിച്ചെന്നാ തോന്നുന്നത്. ഇവിടെയെങ്ങും ആരുമില്ല. ഏതോ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചതാ. ഇന്നലെ രാത്രി നടന്ന ആക്സിഡന്റ് ആവുമോ? അവിടെ ഒരു ഉന്തുവണ്ടി കിടപ്പുണ്ടല്ലോ. അതോ ആക്സിഡന്റിൽ പെട്ടതാവോ? ഹലോ, കണ്ടിട്ട് പോകാനും മനസ്സനുവദിക്കുന്നില്ലല്ലോ. അപ്പം മരിച്ചിട്ടില്ല. അടുത്തെവിടെയെങ്കിലും ഹോസ്പിറ്റലുണ്ടോന്ന് അറിയില്ലല്ലോ. കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗൗതം, ഓപ്പറേഷൻ സക്സസ്. വിശ്വസിക്കാവോ? ആ പെണ്ണിപ്പോ ജീവനോടില്ല. അവളുടെ ചിന്നിച്ചിതറിയ ബോഡി പോലും ആർക്കും കണ്ടെത്താനാവില്ല. അതായിരുന്നു അവളെ കാത്തിരുന്ന അന്ത്യം. ദിനേശൻ നമ്മൾ കരുതുന്ന പോലൊന്നും അല്ല. അപാര നെഞ്ചുറപ്പാ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഗൗതം അല്ലേ അത് ചെയ്ത? എന്താ സംശയം? പിന്നെ അമ്മുവിന്റെ അടുത്ത് ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ നാട്ടുകാരിയാകാനാ സാധ്യത. ആ പെൺകുട്ടിയെ സേവ് ചെയ്യാനായില്ല. മൈ ഗോഡ്,
അതിപ്പോ അവരുടെ വിധിയാണെന്ന് കരുതാനേ പറ്റൂ. അപ്പോ 2 മരണമല്ലേ സംഭവിച്ചത്? സൗകര്യം നോക്കിയിരുന്ന അമ്മ കൈവിട്ടു പോകും. അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ആ പരിസരത്ത് ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ഞങ്ങള് മറ്റൊരു റോഡിലൂടെ പൊക്കൊണ്ടിരിക്കുക. ഫോൺ സ്പീക്കർ മോഡിലാണോ? ഏയ് അല്ല, ധൈര്യമായിട്ട് പറയാം. 2 കൊലപാതകം ചെയ്തതും ഗൗതമല്ല, ദിനേശന്. ഗൗതമിന് മനസ്സിലായല്ലോ. ദിനേശനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ദിനേശൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ദിനേശനെ ട്രാപ്പിലാക്കണം. ശരി, നീ വെച്ചോ. ഇനി സംസാരമൊക്കെ നേരിട്ട് മതി. ഓക്കെ. നിനക്കുള്ള പണി വരുന്നുണ്ട് ദിനേശ. സിസ്റ്ററെ, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. മറ്റൊരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ വരുമ്പോഴാ ആ കുട്ടിയെ കണ്ട് ഇവിടെ എത്തിച്ചത്. എനിക്ക് ഉടനെ പോണമായിരുന്നോ? ഞാൻ സാറിനോട് പറയാം. സാറിനെ കണ്ടിട്ടേ പോവാവൂ. നിങ്ങളാണല്ലേ ആ കുട്ടിയോടെ എത്തിച്ചത്? ആ അതെ ഡോക്ടർ. അവൾക്ക് എങ്ങനെയുണ്ട്? കുട്ടിക്ക് ബോധം വീണിട്ടുണ്ട്. മനഃപൂർവ്വം വണ്ടിയിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ആ കുട്ടി പറഞ്ഞു. എന്താ ഡോക്ടർ? ബസ് സ്റ്റോപ്പിൽ മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നുവെന്ന്. 2 പേരെയും ഒന്നിച്ചാ കാറിടിച്ച് തെറിപ്പിച്ചത്. എങ്കിൽ ആ പെൺകുട്ടി എവിടെ? നിങ്ങൾ അവിടെ നോക്കിയതാണോ? ഞാൻ ആ പരിസരം മുഴുവനും നോക്കിയതാ. ഒരാളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ആ കുട്ടിയും മരിച്ചെന്ന് ആദ്യം കരുതിയിരുന്ന. ഇനി ദൂരേക്ക് തെറിച്ചു പോയതാണെങ്കിലോ? ആ സ്ഥലം എങ്ങനെ? അവര് നിന്നതിന് സമീപം ഒരു ഡേഞ്ചറസ് പ്ലേസ് ആയിട്ടാ തോന്നിയത്. മൈ ഗോഡ്, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവാനാണ് സാധ്യത. എന്തായാലും നിങ്ങൾ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. മറ്റേ കുട്ടിയെ കൂടി കണ്ടെത്താൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തും. ഞാൻ പോലീസ് ഇൻഫോം ചെയ്യാം. ആ സ്ഥലത്ത് പോലീസ് എത്താൻ അരമണിക്കൂർ വൈകും. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണം. അവിടെ ചെന്ന് നാട്ടുകാരെ കൂട്ടിയാൽ മതി. അപ്പോഴേക്കും പോലീസ് എത്തും. പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുപോലൊരു ഷാൻലിയർ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഗോപിയേട്ടൻ അത് വാങ്ങാൻ സമ്മതിച്ചില്ല. ഇതുപോലൊരു ഷാൻലിയർ അല്ല, ഇത് തന്നെ അമ്മ കണ്ടുവച്ചിരുന്നത്. അതുകൊണ്ടാ അമ്മയ്ക്കുള്ള ഗിഫ്റ്റായി ഞാൻ ഇത് തന്നെ വാങ്ങിയത്. ചേച്ചിക്ക് ഗിഫ്റ്റോ? അതിനെ നാളെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? മോനെ, എന്റെ വയറ്റിൽ പിറന്നിട്ടുണ്ട് 2 എണ്ണം. അവർക്ക് പോലും അത് ഓർമ്മയുണ്ടാവില്ല. നീയാ മോനെ ഈ അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് ഇതുവരെ ആരും തന്നിട്ടില്ല. അമ്മ വാ. എന്താ ഇത്ര വലിയ ഗിഫ്റ്റ്? ഗാർഗി, എന്താ ഇത്? ഷാൻലിയർ എന്നാ പറയാ. എന്നുവെച്ചാ വലിയ ലൈറ്റ് അലങ്കാരത്തിനുള്ളതാ. വിശാല് പ്രഭാവതിക്ക് കൊടുത്ത പിറന്നാൾ സമ്മാനമാ. അത് കേട്ടപ്പോ നിന്റെ മുഖം എന്താ വാടിയത്? അസൂയാണ് ചേച്ചി. ബാക്കിയുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോ അവർക്ക് കണ്ണുകടിയാ. എന്റെ മോൻ എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. ഞാനിത് പുഴുങ്ങി തിന്നത്തൊന്നുമില്ല. ഈ ഹാളിൽ തന്നെ തൂക്കിയിടും. ഇവിടെ തൂക്കുന്നു.
വേണ്ടാന്നോ? വേണ്ട, ഈ സാധനം ഇവിടെ വേണ്ട. അച്ഛമ്മേ, ഒന്ന് പറയോ ഇതിവിടെ വേണ്ടാന്ന്? ചേച്ചി, ഓരോരുത്തരെ നിർത്തേണ്ടടുത്ത് നിർത്തണം ചേച്ചി, ഇല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും. അടുക്കളക്കാരി കുടുംബകാര്യത്തിൽ കയറി തലയിടും. വീട്ടുകാര് സംസാരിക്കുന്നിടത്തേക്ക് കയറി വരരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓടി ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാൻ. അച്ഛമ്മേ, വരാനല്ലേ പറഞ്ഞത്? ഓടി ഇങ്ങോട്ട് വരാൻ. ആ വലിയ ലൈറ്റ് ഈ വീട്ടിൽ വേണ്ട. അച്ഛമ്മേ, അതിവിടെ വയ്ക്കാൻ പാടില്ല. ഇങ്ങോട്ട് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കെന്തോ ഒരു ഭയം. വരാൻ. ഓടി ഇവിടെ ഇങ്ങോട്ട് വരാൻ. തൂക്കാനും തുടയ്ക്കാനും അല്ലാതെ ഇന്നിനി പുറത്തേക്ക് ജോലിക്കാർക്ക് പ്രവേശനമില്ല. മനസ്സിലായില്ലേ? ഇനി ഇത് മറന്ന ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നിന്നോട് പെരുമാറുന്നത്. ഓർമ്മ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, അത് കെട്ടണ്ട. ഇറക്ക്, താഴെ ഇറക്ക്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഏയ്, നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട, കെട്ടിക്കോ. സർ, ദയവ് ചെയ്ത് ഇത് കെട്ടണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ അപേക്ഷ, പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇതിവിടെ തൂക്കിക്കോളൂ. എടി, നീ നല്ല അസല് മണ്ടിയാണല്ലോ. ചേച്ചിക്ക് കിട്ടിയ പിറന്നാൾ സമ്മാനം പിറന്നാൾ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കാണേണ്ടത്. കെട്ടിക്കോ. സർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. പാർവതി, നീ ഇതിലൊന്നും തലയാടെ നിൽക്കണ്ട. ഇതൊക്കെ നോക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന അടുക്കളക്കാരി നോക്കാൻ വേണ്ടി മാത്രമാണ്. അത് മാത്രം നോക്കിയാൽ മതി. അങ്ങോട്ട് തന്നെ. ചേട്ടാ, ഇതിവിടെ കെട്ടല്ലേന്ന് പറ ചേട്ടാ. പാർവതി, നീ പോകാൻ നോക്കിയേ. സർ, ഞാൻ പറയുന്നത് സാർ, അത് കെട്ടണ്ട. അയ്യോ, വിശാൽ സാർ. എന്താ പാർവതി? എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഗാർഗി. വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാ എന്റെ മനസ്സിൽ ഞാൻ കാണുന്നത്. അതവിടെ കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പ്രതാപൻ സാർ കേൾക്കുന്നില്ല. ഗാർഗി തന്നെ ചെന്നൊന്ന് പറ ഗാർഗി. ചെല്ല്. അങ്കിള്, പാർവതിയുടെ മുഖം കണ്ടില്ലേ? വല്ലാതെ പേടിച്ചിരിക്കുക. അവള് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. തൽക്കാലം ഈ ഷാൻലിയർ തൂക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. എന്റെ ഗാർഗി അവക്ക് വട്ട. അതിനകത്ത് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. വിശാൽ ചേച്ചിക്ക് കൊടുത്ത ഈ ഗിഫ്റ്റ് ഇന്ന് ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാരും കാണണം. അത് ചേച്ചിക്കൊരു അഭിമാനമല്ലേ? നിങ്ങൾ എന്ത് നോക്കിയേക്ക? പിടിച്ച് കെട്ടാ നോക്കണോ? കാട്ടുപോത്തിനോട് കാര്യം പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടോ പാർവതി? അങ്കിൾ എന്തെങ്കിലും ചെയ്യട്ടെ. കാട്ടുപോത്ത് നിന്റെ ആ, ഭർത്താവിന്റെ അമ്മയുടെ ആങ്ങള.
പേര് പ്രതാപൻ. പാർവതി വന്നേ. വാ. 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 ഇടം അങ്ങോട്ട് നോക്കി അത് കെട്ടടോ വേഗം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരെങ്കിലും ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. അതിനവിടെ ഐശ്വര്യ അടുത്തല്ലേ ഉള്ളൂ. ഐശ്വര്യ അടുത്തുടെ വാക്കുകൾ അഖിൽ സാർ കേൾക്കൊന്നുമില്ല. ഞാൻ അഖിലിനെ കണ്ട് ഒന്ന് സംസാരിച്ചാലോ എന്ന് ചിന്തിക്കുക. അത് വേണം ഏട്ടാ. വേണം. തെറ്റിദ്ധാരണ നീക്കണ്ടേ? അതിനിതേ ഉള്ളൂ വഴി. ഏട്ടന്റെ വാക്കുകളൊക്കെ അവര് വിശ്വസിക്കോ? അതിന് ഞാൻ കള്ളത്തരമൊന്നുമല്ലല്ലോ പറയാൻ പോന്നെ. അവിടെ നടന്ന കാര്യങ്ങളല്ലേ, സത്യസന്ധമായ കാര്യങ്ങള്. ഞാൻ നിന്റെ ആങ്ങളെയാ, നിന്റെ ഏട്ടന്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ അഖില്. എനിക്ക് അഖിലിനോട് സംസാരിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. ഞാൻ നാളെ എന്തായാലും അഖിലിനെ കണ്ടിരിക്കും. ഹലോ, ഐശ്വര്യ അരുന്ധതി. ആ പറയൂ ഐശ്വര്യ. ഞാനൊരു നല്ല കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനാ ഇപ്പൊ വിളിച്ചത്. നമ്മള് തമ്മിൽ അല്ലെങ്കിലും മോശമായ കാര്യങ്ങളൊന്നും ആലോചിക്കില്ലല്ലോ. എന്താ ഐശ്വര്യ? എന്താണെങ്കിലും ഒരു മടിയും കൂടാതെ അങ്ങ് പറയൂ. വിസ്മയും ആ പാട്ടുകാരൻ വിവേകൻ തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെവിടം വരെയായി? അത് ഉറപ്പിച്ചിരിക്കുക. വിവേകിന്റെ അച്ഛനും അമ്മയും വിദേശത്താ. അവര് വന്നാലുടൻ കല്യാണം നടത്തണം. എന്താ ഐശ്വര്യ? ഞാൻ ഒരു രണ്ടാം കെട്ടുകാരന്റെ കല്യാണാലോചനയും കൊണ്ട് വന്നതാ. ഐശ്വര്യക്ക് എങ്ങനെ തോന്നി ഈ കിളിന്തു പെണ്ണിനെ ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിക്കാനുള്ള ആലോചന കൊണ്ടുവരാൻ? അതെ, വിസ്മയ പണ്ട് അഖിയെ ഒത്തിരി സ്വപ്നം കണ്ടിരുന്നതല്ലേ. അപ്പോ എനിക്ക് തോന്നിയൊരു ഐഡിയ, അഖിയുമായിട്ടുള്ള ഒരാലോചന. അതാ ഞാനിപ്പോ വിളിച്ചത്. വിസ്മയെ അഖിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? അയ്യോ, അഖിലായിരുന്നോ? എന്നാൽ അതങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അഖിലാണെങ്കിലേ വിസ്മയ്ക്കും എനിക്കും 100 വട്ടം സമ്മതം. അപ്പോ വിവേകിനോട് എന്തു പറയും? എന്തു പറയാനാ? പോയി നാമം ജപിക്കാൻ പറയും. എങ്കി ഇതാണ് അതിന് പറ്റിയ അവസരം. ഇപ്പൊ നമ്മള് ബുദ്ധിപൂർവം ആലോചിച്ച ഈ കല്യാണം നടക്കും. എന്റെ പൊന്ന ഐശ്വര്യേ, നീ പറഞ്ഞു വന്നപ്പോ എനിക്ക് ആദ്യം കത്തിയില്ല. ആ വിസ്മയുടെ ഒരു സ്വപ്നമായിരുന്നു ഈ കല്യാണം. നമുക്കിത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം. അതിനല്ലേ താല്പര്യമുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. താല്പര്യമാ, 100 വട്ടം സമ്മതമാ. എങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തിത്തരും. അരുന്ധതി ധൈര്യമായിട്ടിരിക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുണേ, നിങ്ങൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഒരു ധാരണ പശുവില്ല. ഞങ്ങൾക്ക് ശരിയായ ധാരണയാ നിന്നെക്കുറിച്ചും നിന്റെ പെങ്ങളെക്കുറിച്ചും. ഞങ്ങളുടെ അനിയനെ കൊല്ലാനായിരുന്നോടോ തന്റെയും തന്റെ പെങ്ങളുടെയും പദ്ധതി? പറയടോ. നിങ്ങൾ പറയുന്നത് പോലെ എന്റെ പെങ്ങളെ ഞാനും കൂടി അഖിലിനെ കൊല്ലാൻ ഒരു പ്ലാനും ഇട്ടിരുന്നില്ല. അഖിലിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ.
സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാം. അത് കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടാവണം. ഇയാള് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാ ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം മാറി മറിയും. അത് പറയാനുള്ളൊരു അവസരം ഇയാൾക്ക് കൊടുക്കരുത്. ശരിക്കും എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. എല്ലാവരും കേൾക്കണം. തന്റെ കള്ളക്കഥകളൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. ഞങ്ങളുടെ കൊച്ചിനെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് ഈ വീട്ടുമുറ്റത്ത് കയറി വരാനുള്ള ചങ്കൂറ്റം തനിക്ക് എങ്ങനെ കിട്ടിയടോ? അതെ, നിങ്ങളൊക്കെ ആണുങ്ങളാണോ? സ്വന്തം അനുജനെ തല്ലിക്കൊല്ലാൻ നോക്കിയവന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറയുന്നു. അടിച്ചിറക്കണം ഇവൻ ഈ മുറ്റത്ത് നിന്ന്. അമ്മേ, അമ്മേ. അതെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. കേട്ടേ പറ്റൂ. തന്റെ ഒരു വാക്കും ഇവിടെ ഞങ്ങൾക്ക് ആർക്കും കേൾക്കണ്ട. ഇറങ്ങിപ്പോടോ. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. ഞാനൊന്ന് പറയട്ടെ അരുണേ. ഞങ്ങളുടെ കൺട്രോൾ വിട്ടാ ഇവിടെ എന്താ സംഭവിക്കാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള സാമാന്യ മര്യാദ പോലും നിങ്ങൾക്കില്ലേ? നീ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വന്നാണോ? ഞങ്ങളുടെ അനുജനെ തൊട്ടവൻ ആരായാലും അവനെ ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങൾ എന്തെങ്കിലും അക്രമം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഇറങ്ങടാ വെളിയിൽ. ഇറങ്ങടാ. വെറുതെ ഇങ്ങോട്ട് കയറി വന്നവളല്ല എന്റെ പെങ്ങള് ശ്യാമ. അഖില് താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. എന്റെ പെങ്ങളുടെ കെട്ടിയവനെ കാണുക എന്നുള്ളത് എന്റെയും കൂടി അവകാശം. അതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. തന്റെ പെങ്ങൾ എങ്ങനെയാ ഈ ആനന്ദ നിലയത്തിനകത്ത് കയറിയെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അഖിലിനെ കെട്ടണമെന്ന് എന്റെ പെങ്ങളോ ഞങ്ങളിൽ ആരെങ്കിലുമോ നിങ്ങളോട് അപേക്ഷിച്ചോ? കൂടുതല് നിന്ന് പ്രസംഗിക്കാതെ നിന്നോട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോനാ പറഞ്ഞത്. ഇറങ്ങിപ്പോടാ. ഞാൻ ഗുണ്ടയോ ചട്ടമ്പിയോ ഒന്നുമല്ല. ക്ഷേത്രകലാ ജീവിതം നയിക്കുന്ന ഒരാളാ. ചവിട്ടി താഴ്ത്താൻ വന്ന പ്രതികരിക്കില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ അഖിലിനെ കാണാൻ വന്നിരിക്കുന്നത് ഉണ്ടായ സത്യം ബോധ്യപ്പെടുത്താനാ. ഞാൻ അഖിലിനെ കണ്ടിരിക്കും, സത്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എന്ത് സത്യം തനിക്ക് പറയാനുള്ളത്? എന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചത് വെറും ഒരു അബദ്ധമായി പോയി എന്ന് പറയാനാണോ? അതെ അരുൺ, എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? നിങ്ങളുടെ കൂടെപ്പറപ്പിനെ കൊല്ലാൻ നോക്കിയ ദുഷ്ടനായി കൺമുമ്പിൽ നിൽക്കുന്നേ ഇവനെ വെറുതെ വിടരുത്. അഹിടമേ, ഞാനൊന്നും പറയട്ടെ. ഒന്നും പറയണ്ട. ഒന്നും കേൾക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, ഇത് മോളെ കൈ തന്നെ കിടക്കട്ടെ. അല്ല മോളെ, വേറൊന്നും കൊണ്ടല്ല, മോളെ കൈക്കായത് ചേരുന്നേ. ഓ, അപ്പൊ ഞാനൊരു സമ്മാനം തന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചേരുക അല്ലേ? അയ്യോ മോളെ, ഇഷ്ടപ്പെടാത്തോണ്ടല്ല. ഇതുപോലെ ഇഷ്ടപ്പെട്ട വേറൊരു സമ്മാനം എനിക്ക് ഇതുവരെ എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. എങ്കിൽ പിന്നെ എന്തിനാ അമ്മ ഈ വള തിരിച്ചു തന്നത്? അല്ല, അത് ആ സുഭാഷിനി ലൈസൻസ് ഇല്ലാത്ത നാവ് കൊണ്ട് വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടാണോ? എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ സാരമില്ല. ഞാൻ കാരണം മോക്കും കൂടി വിഷമം വരാൻ പാടില്ലല്ലോ. അങ്ങനെ നാളെ ആരെങ്കിലും അമ്മയോട് പറയാണ് ഞാൻ അമ്മയ്ക്ക് ചേരുന്ന മരുമകളല്ലെന്ന്, അമ്മ എന്നെ ഉപേക്ഷിക്കോ? അല്ല, അത് എന്റെ അമ്മ, നാട്ടുകാരുടെ അഭിപ്രായം നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സകല മനുഷ്യർക്കും ആത്മഹത്യ ചെയ്യാനേ നേരം കാണും. അല്ല, ഞാൻ ആലോചിക്കുന്ന അതല്ല. ജീവിതവുമായി ഒരുപാട് ഫൈറ്റ് ചെയ്ത് ജയിച്ച ആളാണ് അമ്മ. എപ്പോഴും ചിരിച്ച് രസിച്ച് നടക്കുന്ന ആളാ. ആ ആളെങ്ങനെയാ പെട്ടെന്ന് തളർന്നു പോന്നേ? എനിക്കറിയില്ല മോളെ. അമ്മേ, നിക്ക്.
എവിടെ പോവാ? ഞാൻ പറയട്ടെ, അമ്മയുടെ മനസ്സിൽ ഞാൻ ഇപ്പോഴും വലിയ വീട്ടിലെ കൊച്ചാ. ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും ഞാൻ എങ്ങനെ എടുക്കുമെന്ന് പേടിച്ച അമ്മ നടക്കുന്നേ അല്ലേ? അമ്മേ, ഞാനിപ്പൊ ഈ വീട്ടിലെ കൊച്ചാ. ഈ വീട് വളരെ വലിയ വീടാ. അമ്മ ആദ്യം മനസ്സിലെ ദുരഭിമാനമൊക്കെ ഒന്ന് കളയണം. ആ ദാ അമ്മ തന്നെ വള തിരിച്ചിട്ടേക്ക്. തിരിച്ചിട്ടേക്ക്. ഇല്ല, ഞാൻ ഈ വള ആർക്കും കൊടുക്കൂല. പറ്റില്ല പറ്റില്ല, എനിക്കിത് വേണം. ഇത് എനിക്കെന്റെ പൊന്നു മോള് സമ്മാനം തന്നതാ. ചത്താലും ഞാനിത് ആർക്കും കൊടുക്കൂല. ആ, മീനു എന്താ കളിക്കാൻ കൂടാത്തെ? ക്ഷീണാണോ? എനിക്ക് ചായയും പലഹാരം എടുക്കാം. നല്ല അസല ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എനിക്കൊന്നും വേണ്ട. അതെന്താ? എപ്പോ 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ചായന്ന് നീട്ടി വിളിക്കുന്ന ആളാ. ഇതിപ്പോ എന്തു പറ്റി? എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നല്ല തലവേദന, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട. എനിക്കെന്താ ആകെ ഒരു എന്താ? അമ്മേ, മീനാക്ഷി പറഞ്ഞില്ലേ തലവേദനയാണെന്ന്. ചില സമയത്ത് തലവേദന വന്നാ ഞാനും ഇങ്ങനെയാ. തൊട്ടേനും പിടിച്ചേനും ഒക്കെ ദേഷ്യം തോന്നും. മീനാക്ഷി റെസ്റ്റ് എടുക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ പറഞ്ഞതുപോലെ എല്ലാരും സിനിമയ്ക്ക് പോയല്ലോ അല്ലേ? ഞാൻ കരുതി ഷാഹിനി സിനിമയ്ക്ക് പോയെന്ന്. അതെ, എന്റെ പ്രേമ സമ്മാനം. വാങ്ങിച്ചു. എന്തിനു പേടിക്കുന്ന? വിറക്കേണ്ട കാര്യമില്ലല്ലോ. വാങ്ങിച്ചു. വാങ്ങിയിട്ട് കേട്ടോ, എനിക്ക് പേടിയില്ല. ഇപ്പോഴാ ഒരു ശ്വാസം കാര്യമുണ്ടല്ലേ? അതെ ഷാഹിന, എൻ്റെ പലിശ സാമ്രാജ്യത്തിലെ പലിശ കണക്കുകൾ നോക്കാനും പലിശ കണക്കുകൾ തെറ്റി ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ പലിശയടക്കം എനിക്ക് തെറി വിളിക്കാനും അവസാനം തെക്കോട്ടെടുക്കുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കാനും എനിക്കൊരു ഷാഹിനെ വേണം. കിട്ടൻ ഷാജഹാന്റെ മുംതാസായിട്ട് ഷാഹിന വരില്ലേ? ഷാഹിന, ഷാഹിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഷാഹിന വരില്ലേ? ഷാഹിന വരില്ലേ? ഏതായി മൂങ്ങാമ്മച്ചി? നിന്റെ കൂടെ അവിടെ വിടാവിടാ ഞാൻ. നിങ്ങളൊന്ന് സിനിമയ്ക്ക് പോയില്ലേ? അപ്പോ ആണുങ്ങളൊക്കെ സിനിമയ്ക്ക് പോയി, ഞങ്ങള് പോയില്ല. ഇവിടെ ഇത്രയും നല്ലൊരു സീൻ നടക്കുമ്പോ ഞങ്ങൾ എങ്ങനെ സിനിമ കണ്ടിരിക്കും? ഒരബദ്ധം പറ്റിപ്പോയതാ. പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നതാണോ നിന്റെ അബദ്ധം? അയ്യോ, ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് കയറ്റി വെച്ചെന്ന് അങ്ങനെ പറ്റിപ്പോയതാ. എന്നിട്ട് കൂട്ടുകാരൻ എന്താ? കൂട്ടുകാരന്റെ പേര് പറഞ്ഞാ തല്ലുപോയി. അല്ലല്ലോ, നീ പറ. ഇല്ലേ, വേണ്ട, ഇനി അവനെ കൂടെ. ഇനി മേലെ ഷാഹിനെ ശല്യം ചെയ്തു എന്നറിഞ്ഞ ഏതായി ഷാഹിന? ഷാഹിന ഏതാന്ന് ശരി, അത് അറിയത്തില്ലേ? ഈ നിൽക്കുന്നതാടാ ഷാഹിന. ഇതാ ഷാഹിന. കണ്ടാ നീ? ശല്യം ചെയ്യത്തില്ല കേട്ടോ. ഇനി ശല്യം ചെയ്താ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പുറത്തിറക്കും ഞാനിത്. ട്രാപ്പാണല്ലേ? ഇനി കല്യാണം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒരബദ്ധം പറ്റി പോക്കോട്ടെ.
സത്യമായിട്ട് ഞാനൊരു പാവ വെറും പൊട്ടൻ കാശുണ്ടെന്നേ ഉള്ളു. പോട്ടെ പോടാ പൊട്ടൻ ചെല്ലു പോടാ. അതെ ഒന്ന് നിന്നേ, ഇത് കൂടി കൊണ്ടുപോയിക്കോ. അതെ ഇനി ആവശ്യം വരും. തല്ലല്ലേ. കണ്ടോ, ഇത്ര ഉണ്ടായിരുന്നുള്ള കാര്യം ഇതിനാണ് ഇവിടെ ടെൻഷൻ അടിച്ചത്. എന്റെ പൊന്നു മോളെ, ഇത് ഇവിടം വരെ കൊണ്ടെത്തിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിനക്ക് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? എന്തായാലും നിങ്ങളൊക്കെ ഭയങ്കര മാസാണല്ലേ. നിന്റെ ഉമ്മ കൊലമാസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.